ഇത് ഐഫോൺ 15 പ്ലസ് ഇപ്പോൾ വരാൻ പോകുന്ന സെയിലിൽ പ്രൈസ് ഇടിയാൻ പോകുന്ന മെയിൻ ഐറ്റം. ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയെടുത്തു. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കൃത്യം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഗുണങ്ങൾ, ദോഷങ്ങൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് മുഴുവനുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. വെൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഐഫോൺ എന്നല്ല ഒരു ഐഫോണും ഇപ്പൊ ചാടി കയറി വാങ്ങരുത്. ബിക്കോസ് ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ 9 തീയതിയാണ് പുതിയ ഐഫോൺ 16 സീരീസിന്റെ ലോഞ്ച്. പക്ഷേ ഇതിന് മുന്നത്തെ വർഷങ്ങൾ പോലെ ആയിരിക്കില്ല ഈ വർഷം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുന്നത്തെ വർഷങ്ങളിൽ പ്രോ വേരിയന്റുകളുടെ ഒന്നും വില കുറയില്ല എങ്കിലും ഇക്കൊല്ലം പ്രോ വേരിയന്റുകളുടെ ഏത് 15 അല്ല 14 പ്രോ, 13 പ്രോ, പ്രോ മാക്സ് ഇതിന്റെ എല്ലാം വില കുത്തനെ ഇടിയും. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. സോ ഈ ഫോണിന്റെ ഏറ്റവും ആദ്യത്തെ ഉപയോഗം സെപ്റ്റംബർ 2023 ബാറ്ററി ഹെൽത്ത് നോർമൽ എന്ന് കാണിക്കുന്നു 99% ഒരു വർഷത്തിന് ശേഷം ബാറ്ററി ഹെൽത്ത് ഉള്ളത്, വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. തൊട്ട് താഴെ സൈക്കിൾ കൗണ്ട് കാണുന്നുണ്ട് 95. സോ ബേസിക്കലി സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 20% താഴെ, അതായത് ഒരു 15% നിന്നും നിങ്ങൾ 80% മുകളിൽ, അതായത് 85% വരെ ചാർജ് ചെയ്യുമ്പോഴാണ് അതിനെ ഒരു ബാറ്ററി സൈക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ സ്മാർട്ട് ഫോൺ 15 നിന്നും 85 വരെ മൊത്തം 95 പ്രാവശ്യം മാത്രമാണ് ചാർജ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും 99% ബാറ്ററി ഹെൽത്ത് ഉള്ളത്. ആൻഡ് അതിന്റെ പ്രധാന കാരണം ഞാൻ ഈ സെറ്റിംഗ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. യെസ്, 80% വരെ ചാർജ് ആകുമ്പോഴത്തേക്കും ചാർജ് കട്ട് ഓഫ് ആവണം എന്നുള്ള സെറ്റിംഗ് ഓൺ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു കൊല്ലത്തിന് ശേഷം ഈ ഒരു ബാറ്ററി ഹെൽത്ത് ഉള്ളത്. പക്ഷേ ഇത് ഞാൻ എല്ലാവർക്കും ഓൺ ആക്കി വെക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഐഫോൺ ആണ്, ആൻഡ് ഐഫോൺ യൂസേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ബാറ്ററി ലൈഫ്. ഈ സ്മാർട്ട് ഫോൺ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഞെട്ടിച്ചു, സത്യമായിട്ട് ഞെട്ടിച്ചു. കാരണം ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് ഐഫോൺ 12 നിന്നാണ്. ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഐഫോൺ 12 ഒക്കെ ഒരു ബാറ്ററി ബാക്കപ്പ്. രാവിലെ ചാർജ് ചെയ്താൽ ഒരു വൈകുന്നേരത്തിന് മുന്നേ തന്നെ ബാറ്ററി തീരാറാവും. GPS ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഒരു ദിവസം മിനിമം 2 പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യുമായിരുന്നു ഞാൻ ഐഫോൺ 12. പക്ഷേ ഞാനൊരു ഐഫോൺ 8 നിന്നുമാണ് 12 വന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് 12 നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ഐഫോൺ 12 കൊണ്ട് 100% ബാറ്ററി ഇല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല. 2 വട്ടം ഞാൻ ഏകദേശം 80% വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങിയിട്ട് രാത്രി ആയപ്പോഴേക്കും എനിക്ക് ഊബർ ബുക്ക് ചെയ്യാൻ പോലും ചാർജ് ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഐഫോൺ 12. പക്ഷേ ഈ സാധനം ഞാനൊക്കെ 80% ചാർജ് ചെയ്യാറുള്ളൂ. എന്നിട്ട് പോലും രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ, രാത്രി കിടക്കുന്നതിന് മുന്നേ മിനിമം ഒരു 10% ചാർജെങ്കിലും ഉണ്ടാവും. ഞാൻ 10% വരെ ഒന്നും ആക്കാറില്ല, 20% ആകുമ്പോഴേക്കും കുത്തിയിടും. ബട്ട് ഒരു ഫുൾ ഡേ സുഖമായിട്ട് ബാറ്ററി നിൽക്കും. ആൻഡ് ഇന്നേ വരെ ഐഫോണിൽ ഇത്രയും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈവൻ ഐഫോൺ 15 പ്രോ മാക്സിനേക്കാളും ബാറ്ററി ഇതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ആപ്പിളിന്റെ ഈ ഒരു വക്രബുദ്ധി കാരണമാണ് ഇത്തവണ ഐഫോൺ 16 പ്ലസിൽ ഇതിനേക്കാളും കുട്ടി ബാറ്ററി തരുന്നത്. ഇത്തവണ ഐഫോൺ 16 പ്രോ മാക്സിലായിരിക്കും ഏറ്റവും വലിയ ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. ഐഫോൺ 15 പ്ലസിനേലും ഏകദേശം 400 mAh കുറവാണ് ഐഫോൺ 16 പ്ലസിൽ. സോ നിങ്ങൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ബഡ്ജറ്റിലുള്ള ഒരു ഐഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് 256 GB വേരിയന്റ് ആണ്. ഇപ്പോൾ ഏകദേശം 91 GB ആണ് യൂസ് ആയിട്ടുള്ളത്. ഞാൻ ആപ്പിളിൻ്റെ ഐക്ലൗഡിൻ്റെ 200 GB സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഇതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഐക്ലൗഡിൽ കിടക്കുന്നതുകൊണ്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഉപയോഗിക്കില്ല. ബട്ട് ഇത് 120 GB വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ വുഡ് സജസ്റ്റ് 256 GB എടുക്കുക, സോ ദാറ്റ് ലേറ്റർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. യെസ്, നമ്മുടെ കുറിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. ബട്ട് ഒരു കാരണം കൊണ്ട് വിഷമിക്കേണ്ട, ഈവൻ 16 16 പ്ലസും 60 ഹെർട്സ് തന്നെയാണ്. അതെ, ഈ ആപ്പിൾ ഫാൻ ബോയ്സ് എന്തൊക്കെ പറഞ്ഞാലും 60 ഹെർട്സിന് 120 ഹെർട്സിന്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. എൻ്റെ S24 Ultra ആയിക്കോട്ടെ, Z Fold 6 ഉപയോഗിച്ചിട്ടൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഒരു ഐഫോൺ മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഈ ഐഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു 60 ഹെർട്സിന്റെ കാര്യം നിങ്ങൾ മറക്കും. പക്ഷേ നിങ്ങൾ പ്രോയും പ്രോ മാക്സ് ഒന്നും ഉപയോഗിക്കില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 60 ഹെർട്സ് എത്ര ഔട്ട്ഡേറ്റഡ് ആണെന്ന്. 2025 ഐഫോൺ 17 ഏറ്റവും വലിയ ഫീച്ചർ ആയിരിക്കും ഈ 120 ഹെർട്സ്. ട്വിറ്ററിൽ നിന്റെ ടെക്നോ വരെയും കളിയാക്കി തുടങ്ങി. ഈ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഐഫോൺ 15 6.1 ഇഞ്ചാണ്, കുറച്ചുകൂടെ ചെറുതാണ്. ബട്ട് ഐ ഫീൽ ദിസ് ഇസ് മോർ ബെറ്റർ ഫോർ മീ. എൻ്റെ വലിയ കൈക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് നോർമൽ ആൾക്കാർക്ക് ചെറിയ കൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ ഫോണായിട്ട് തോന്നും. പ്രോയും പ്രോ മാക്സും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ബെസൽ ഉണ്ടെങ്കിലും ഈക്വൽ സൈസ്ഡ് ബെസലാണ്. നമുക്ക് ആ ഒരു ബെസലൊന്നും വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്ഡോറിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. 12 ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഔട്ട്ഡോറിൽ ബ്രൈറ്റ് ആണ്. ഞാൻ എന്തുകൊണ്ട് 12 ആയിട്ട് കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 12 നിന്നാണ് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. മറ്റ് ഫോണാണെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്തു. ബട്ട് 12 നിന്ന് നോക്കുമ്പോൾ ഭീകരമായിട്ടുള്ള ബ്രൈറ്റ് ഡിസ്പ്ലേ. ഇത് മാറ്റ് ബ്ലാക്ക് ആണ്. യെസ്, നമുക്ക് പ്രോ വേരിയൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. ഇത് ഞാൻ കേസ് ഇട്ടാണ് യൂസ് ചെയ്തേക്കണത് എന്നുള്ളതുകൊണ്ട് ഇതിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇതാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന കേസ്. ഇത് മറ്റേ മാക്സേഫ് ഒക്കെ ഉള്ള, ഇത്
റിംഗേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേസാണ്. ഇത് പണ്ടെങ്ങാണ്ടോ റിംഗേ എനിക്ക് ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് അയച്ചെന്ന ഗിഫ്റ്റായിട്ട് അയച്ചെന്ന സാധനമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം പക്ഷേ ടൈറ്റാനിയം അല്ല കേട്ടോ, അലുമിനിയം ഫ്രെയിമാണ്. യെസ്, മാറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. ആൻഡ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ ബട്ടൺ അല്ല, മ്യൂട്ട് സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഐ ലവ് ദ മ്യൂട്ട് സ്വിച്ച്. കാരണം ആക്ഷൻ ബട്ടണിൽ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണണം സൈലൻ്റ് ആണോ അല്ലയോ എന്ന്. പക്ഷേ ഇത് എനിക്ക് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് ഓറഞ്ച് ആണെങ്കിൽ സൈലൻ്റ് ആണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ബട്ട് ആക്ഷൻ ബട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഐഫോൺ 16 പ്ലസിലേക്ക് പോവാം. ഈവൻ ഇവിടെ മറ്റേ ഷട്ടർ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ആ സാധനമൊന്നും ഇതിനകത്തില്ല. എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റിൽ ഒരു ഫിസിക്കൽ സിം ഇടാം, ഈ സിം ഇടാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഒരു ലെൻസ് പ്രൊട്ടക്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ്. സോ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാളത്തെ ഐഫോൺ ലോഞ്ച് പോലെ ആയിരിക്കില്ല ഈ ലോഞ്ച് എന്നും എന്തുകൊണ്ട് മറ്റെല്ലാ ഐഫോണുകൾക്കും പ്രൈസ് ഇടിയും 15 Pro ആൻഡ് Pro Maxന് ഒഴികെ ബാക്കി എല്ലാ ഐഫോണിനും എന്തുകൊണ്ട് വില ഇടിയുമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ആപ്പിൾ ഇൻ്റലിജൻസ്. ഇതിനകത്തുള്ളത് A16 ബയോണിക് എന്ന് പറയുന്ന ചിപ്സെറ്റാണ്, വിച്ച് ഈസ് ഐഫോൺ 14 Pro Maxിലുള്ള ചിപ്സെറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ചിപ്സെറ്റിന് യാതൊരു ലാഗും ഗ്ലിച്ചും ഒരു കുന്തോ അല്ല. ഏത് ഗെയിം നിങ്ങൾക്ക് ഹൈ സെറ്റിങ്ങിലൊക്കെ ഇട്ട് കളിക്കാനായിട്ട് പറ്റും. പ്രോസസർ വൈസ് ഒരു കുഴപ്പമില്ല. പക്ഷേ 8 GB റാം ഇതിനകത്തില്ല, 6 GB റാമാണ് ഇതിനകത്തുള്ളത്. ഈ ആപ്പിൾ ഇൻ്റലിജൻസ് കൂടുതലും ഓൺ ഡിവൈസ് ആണ് ചെയ്യുന്നത്. ആൻഡ് അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിമം A17 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ് എങ്കിലും വേണം. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന A18. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 8 GB റാം വേണ്ടി വരും, 6 GB റാം പറ്റില്ല. സോ ഓൺ ഡിവൈസ് ഉള്ള പരിപാടി അല്ലാതെ ബാക്കിയുള്ള ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് പരിപാടി ഇതിൽ കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. iOS 18 കിട്ടും. iOS 18 കാണിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ കിട്ടും. പക്ഷേ ആ ഒരു പുതിയ സിറിയിൽ ഇങ്ങനെ ചുറ്റും വരുന്ന ആ ഒരു പുതിയ സിറി കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചതൊന്നും തന്നെ നിങ്ങൾക്ക് 15 15 പ്ലസിലോ വരില്ല, 14 Proയിലോ Pro Maxിലോ 14ലോ 13ലോ ഒന്നും വരില്ല. വരാൻ പോകുന്നത് ജസ്റ്റ് 15 Pro 15 Pro Max. ഇനി ഉള്ള 16 16 പ്ലസ് 16 Pro 16 Pro Max. ബേസിക്കലി ആപ്പിൾ നിങ്ങളുടെ അടുത്ത് പൈസ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ മേടിച്ചവരൊക്കെ മണ്ടന്മാരാക്കി എങ്ങനെയെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു 8 GB 17 Proൻ്റെ ഒക്കെ എലിജിബിലിറ്റി വെച്ചേക്കുന്നത്. കാരണം ആപ്പിളിന് ഈ ഡിവൈസ് ചെയ്യാൻ പറ്റാത്ത പരിപാടിയൊന്നുമല്ല. ഇപ്പോൾ സാംസങ് അവരുടെ S24 സീരീസിൽ കൊണ്ടുവന്നു, അതിനുശേഷം S23 സീരീസിൽ അപ്ഡേറ്റ് കൊടുത്തു, ഇപ്പോൾ അത് A സീരീസിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഓൺ ഡിവൈസ് ചെയ്യാൻ പറ്റാത്ത ക്ലൗഡിൽ ചെയ്യാൻ പറ്റുന്ന എങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷേ ഒന്ന് പറയുന്നത് പ്രൈവസി പുറത്തു വിടാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അവർക്ക് ChatGPTയിലേക്ക് വിടാനുള്ള ഒരു പരിപാടി ഉണ്ട്. എന്നാൽ ആ ChatGPTയിൽ വിടാൻ പറ്റുന്ന പരിപാടി മാത്രം എന്തുകൊണ്ട് അവർക്ക് ഈ സീരീസിൽ കൊടുത്തുവിടാം? കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും 60 മേടിക്കുമോ? ഇല്ല. ഇനി ഈ ഡിവൈസിലെ ക്യാമറ, നിങ്ങൾ ക്യാമറ സാമ്പിൾ, ക്യാമറ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ഒന്നിലെ എൻ്റെ അൺബോക്സിങ് വീഡിയോ പോയി കാണാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഐഫോൺ 15 പ്ലസിൻ്റെ ആ ഒരു ഫോട്ടോ സാമ്പിൾസ് ഒക്കെ കണ്ടോളൂ. ഫോട്ടോയിലൊന്നും ഒരു കുറ്റവും പറയാനില്ല. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ ഒരു പ്രശ്നം എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നേ വരെ ഒരുവിധമല്ല ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുന്നേ ഉള്ള എല്ലാ വീഡിയോയിലും ബീറോളുകൾ, ഇത് ഫോണൊക്കെ കാണിക്കുന്ന ബീറോളുകളെല്ലാം തന്നെ ഐഫോൺ 15 പ്ലസിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്നാൽ ഒരു മനുഷ്യനും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരും അങ്ങനെ ഫോണിലാണോ ചേട്ടാ ഷൂട്ട് ചെയ്തത് എന്ന് കമൻ്റ് ഇട്ടാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. സോ വീഡിയോഗ്രാഫി വൈസ് സെറ്റാണ്. കാരണം എനിക്ക് എൻ്റെ വർക്ക് ഫ്ലോ അനുസരിച്ച് ഭയങ്കര എളുപ്പമാണ്. എന്തെങ്കിലും ഒരു ഷോട്ട് മിസ്സായോ ഉടനെ ഫോൺ എടുക്കുക, 2x ഇടുക. 48 MP ക്യാമറ ആയതുകൊണ്ട് 2x ഇട്ടിട്ട് എനിക്ക് വീഡിയോ എടുത്താൽ പോലും ആർക്കും മനസ്സിലാവില്ല. 2x ഇടുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ക്യാമറയിലാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് കേബിളുമായിട്ട് ലാപ്ടോപ്പിൽ കുത്തി അത് കോപ്പി ചെയ്ത് അതിനെല്ലാം പെട്ടെന്ന് എയർ ഡ്രോപ്പിൽ എൻ്റെ പണി നടക്കും. പക്ഷേ 48 MP പ്രൈമറിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റേ അൾട്രാ വൈഡ് 12 മെഗാപിക്സലാണ്. ഇത്തവണ രണ്ടും 48 MPയിലേക്ക് മാറ്റാനുള്ള പരിപാടിയിലാണ്. അൾട്രാ വൈഡ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ബട്ട് അൾട്രാ വൈഡ് വീഡിയോസ് ആർ നോട്ട് ദാറ്റ് ഗുഡ് ബിക്കോസ് ഓഫ് 12 MP. ബട്ട് ദിസ് ടൈം അത് ശരിയാക്കുമായിരിക്കും. കാരണം നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല, കുറച്ച് ലോ ലൈറ്റ് സമയത്ത് ഇപ്പോൾ വെളിച്ചം കുറച്ച് കുറവാണെങ്കിൽ ആ ഒരു ഗ്രെയിൻസ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ്, ഷാർപ്നെസ് കുറവായിട്ട് തോന്നും. അല്ലാതെ നോർമൽ ഔട്ട്ഡോറിൽ വെളിച്ചത്തിലൊക്കെ എടുക്കുമ്പോൾ ഒന്നും തോന്നില്ല. പിന്നെ ടെലിഫോട്ടോ ഇല്ല. ആ പറഞ്ഞ പോലെ 2x ഇട്ടിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കണം. ബട്ട് വെരി ഡീസൻറ്റ് ഔട്ട്പുട്ട്, വെരി ഡീസൻറ്റ് ഇല്ല, എക്സ്ട്രാ ഡീസൻറ്റ് ഔട്ട്പുട്ട്. പിന്നെ 15 സീരീസ് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ സാധനം. യെസ്, ടൈപ്പ് സി. USB ആണ്, ടൈപ്പ് സി ആണ്. പക്ഷേ USB Gen 2 ആണ്. USB 2 ആണ്. വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ USB 2 ഒരു പ്രശ്നമായിരിക്കും. കാരണം കുത്തി കോപ്പി ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുത്തി കോപ്പി ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. വീഡിയോ എടുത്ത് അപ്പോൾ തന്നെ എയർ ഡ്രോപ്പ് ആണ് ചെയ്യാറ്. എയർ ഡ്രോപ്പ് ഈസ് സഫീഷ്യൻ്റ്ലി ഫാസ്റ്റ്. മേ ബി ഒരു 1 hour 2 hour വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ സെൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കാം പ്രശ്നമായിട്ടുള്ള, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. ബട്ട് കൺവീനിയൻസ്, ഒരൊറ്റ ചാർജർ കൊണ്ടുപോയാൽ മതി. എനിക്ക് എൻ്റെ മാക്കിൻ്റെ ചാർജർ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ കുട്ടി മാക്കിൻ്റെ ചാർജർ, മാക് ബുക്ക്, ഫോൺ കയ്യിലെടുത്ത ഒറ്റ ചാർജറിൽ പണി തീരും. ഇതിന് മുന്നേ വരെ മറ്റേ കേബിൾ കൊണ്ടുപോകണം, പവർ ബാങ്കിന് മറ്റേ ആൻഡ്രോയിഡിനൊരു കേബിൾ, ഐഫോണിനൊരു കേബിൾ. ആ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട്. ഗുഡ്. ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അത് ശരിക്കും ഇമ്പാക്റ്റ് ആവും. പിന്നെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. 5G ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് ഐഡിക്ക് ഒരു പ്രശ്നമില്ല. എന്താ പറയുക, ഓവറോൾ എനിക്ക് മേടിച്ചിട്ട് 100% സാറ്റിസ്ഫൈ
ആയിട്ടുള്ള ഒരു ഫോൺ ഐഫോൺ 15 പ്ലസ് ആണ്. കാരണം ഇതിന് മുന്നേ വരെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. ഒന്ന്, ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ശോകമായിരുന്നു എന്നുള്ളത്. പിന്നെ 2, കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ഈസ് വാട്ട് ഐ പ്രിഫർ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ സെയിൽ ടൈമിലൊക്കെ ഈ സാധനം വില കുറച്ച് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരു ഇനിഷ്യലി ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം, മേ ബി, പക്ഷേ കുറേയൊക്കെ ഗിമിക്ക് ആയിരിക്കാം. ബട്ട് മെച്യൂർ ആയി വരുന്ന സാധനമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നോക്കണ്ട, 16 ഇറങ്ങട്ടെ, 17 സീരീസ് ആകുമ്പോഴേക്ക് റെഡിയാവും. ഞാൻ ഗാലക്സി എയുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഞാൻ ഗാലക്സി എ ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഫോൾഡിൽ വന്നിരിക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആ പരിപാടിയില്ല, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ റൈറ്റിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ അതേ വാട്സപ്പിനകത്ത് മെറ്റ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ. അതിന് ഒരു ഫോണ് നിങ്ങളിത് കളഞ്ഞിട്ട് ഒരു 16 സീരീസൊക്കെ പോയി എടുക്കാൻ ഞാൻ പറയൂല. സോ അതാണ് എൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്. എന്തായാലും നിങ്ങൾ സെപ്റ്റംബർ 9th വരെ വെയിറ്റ് ചെയ്യുക. 9th ശേഷം എന്തായാലും ഈ ബിഗ് ബില്യൺ ഡേയ്സിന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും ഇതിൻ്റെ വില, അല്ലെങ്കിൽ കടയിൽ പോയാലും കുറയും, റീസെയിൽ നല്ലപോലെ കുറയും എന്നുള്ളതാണ് അതിലും വലിയ വിഷമം. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ പഴയത് കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കൊല്ലം ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് തമ്പുരാൻ അറിയാം. എല്ലാം ആപ്പിൾ ഇൻ്റലിജൻസ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർച്ചല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.